കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ശ്രീ അജിത്ത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കടന്നുവന്ന അവസരത്തിലാണ് നീരാട്ടുതടം പ്രദേശത്ത് മാലിന്യ കൂമ്പാര വിഷയം ദൃശ്യവാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ആ വിഷയത്തിൽ ഇടപെടുകയും സംസ്ഥാനമാകെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ ഗൗരവമായ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അന്നത്തെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീമതി അഫ്സാന പർവീൻ ഈ പ്രദേശം സന്ദർശിക്കുകയും ഒരു മാസത്തിനകം മുഴുവൻ മാലിന്യവും നീരാട്ടുതടം പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ഗ്രാമപഞ്ചായത്തിന് അന്ത്യശാസനം നൽകുകയും ചെയ്തു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൊല്ലം ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റിയ വാർത്തയാണ് പുറത്തു വന്നത്. 6 മാസമായി മാലിന്യം നീക്കം ചെയ്യാത്ത വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചപ്പോൾ ആ സമരത്തിന് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചത് 1 മാസത്തിനകം ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുമെന്ന്. ഈ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് നീക്കം ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യം കാണില്ല. ഈ മാലിന്യങ്ങൾ ചാക്കുകെട്ടുകളിൽ വല്ലതും നിറച്ചിരുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് ചാക്കുകെട്ടുകളോടൊക്കെ നമുക്കറിയാം, പല പ്രദേശങ്ങളിലും മാലിന്യങ്ങൾ ചാക്കുകെട്ടിൽ കെട്ടിയാണ് നിറച്ചു വച്ചിരിക്കുന്നത്. ഈ ചാക്കുകെട്ടുകളോടൊക്കെ താല്പര്യമുള്ള ആളുകൾ ചാക്കുകെട്ടുകളിൽ മാലിന്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നീക്കം ചെയ്താൽ. നാളിതുവരെ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടില്ല. ഈ പ്രദേശത്തെ മാലിന്യ വിഷയം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ചിക്കൻ റെൻഡറിംഗ് യൂണിറ്റിന് അനുമതിയുമായി അതിൻ്റെ ഉടമസ്ഥർ ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചത്. പ്രതിഷേധം ഭയന്ന് ഗ്രാമപഞ്ചായത്ത് ആ വിഷയം തണുപ്പിക്കുവാൻ വേണ്ടി സർവകക്ഷി യോഗം വിളിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗവുമായ ശ്രീ PB വേണുഗോപാലാണ് പാർട്ടിയെ പ്രതിനിധീകരിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പറഞ്ഞു. ഏരൂരിലും ആലഞ്ചേരിയിലും ആർച്ചലും വിളക്കുപാറയുമുള്ള നേതാക്കൾക്കല്ല ഈ പ്രദേശത്തെ ദൂഷ്യം അനുഭവിക്കുന്നത്. നിങ്ങൾ ചിക്കൻ റെൻഡറിംഗ് യൂണിറ്റിന് അനുമതി നൽകുന്നു എങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ ക്ലബിലെ ഭാരവാഹികളെ, സാമൂഹ്യ പ്രവർത്തകരെ, രാഷ്ട്രീയ പ്രവർത്തകരെ, പൊതുജനങ്ങളെ അടക്കം അവർക്കൊരു ബോധവൽക്കരണം നൽകിക്കൊണ്ട് ഇതിന് തീരുമാനമെടുക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി ആ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞത്. അതിനുശേഷം മുഴുവൻ നേതാക്കന്മാരെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെയും വിളിച്ചുകൂട്ടിക്കൊണ്ട് ചിക്കൻ റെൻഡറിംഗ് യൂണിറ്റ് സന്ദർശിക്കുവാൻ ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തു. കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി മുന്നോട്ട് വെച്ച വിഷയത്തിൽ ഒരു തീരുമാനവും ഉണ്ടാകാത്തത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി ആ സന്ദർശനത്തിൽ നിന്ന് മാറി നിന്നു. CPMന്റെ ഏരിയ സെക്രട്ടറി, CPIയുടെ നേതാക്കൾ, BJPയുടെ നേതാക്കൾ അടക്കം പോയി ചിക്കൻ റെൻഡറിംഗ് യൂണിറ്റ് മുതലാളിയുടെ ആതിഥ്യം സ്വീകരിച്ച് തിരിച്ചു വന്നതിനു ശേഷമാണ് 17/3/2025 ചിക്കൻ റെൻഡറിംഗ് യൂണിറ്റിന് ലൈസൻസ് നൽകുവാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത്. ആ കമ്മിറ്റി പോലും ഈ ചിക്കൻ റെൻഡറിംഗ് യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന ഭാരതീപൻ വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗമായ ശ്രീമതി ഷീന കൊച്ചുമനെ അറിയിച്ചില്ല. അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ഈ പഞ്ചായത്ത് കമ്മിറ്റിയിലാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡറായ ശ്രീ അനുരാജ് വിയോജനക്കുറിപ്പ് നൽകിയത്. ഈ കമ്മിറ്റി അറിയിക്കാത്തതിനെതിരെയും പിറ്റേ ദിവസം ഈ വിഷയത്തിൽ വിയോജനക്കുറിപ്പ് ഷീന കൊച്ചുമത്തിന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ കരട് പുറത്തു വന്നപ്പോൾ ഇന്നലെ ദൃശ്യവാർത്താ മാധ്യമങ്ങളിലൂടെ ഇതിൻ്റെ കരടും അന്തിമമായിട്ട് സെക്രട്ടറി ഒപ്പിട്ട് നിന്ന മിനിറ്റ്സും ഇവിടുത്തെ പൊതുജനങ്ങൾ കണ്ടതാണ്. കരട് പുറത്തു വന്നപ്പോൾ ശ്രീ അനുരാജിൻ്റെ വിയോജനം ആ കരടിനകത്തില്ല. അതിനെതിരെയാണ് ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ശ്രീ ഏരൂർ സുഭാഷ്, ശ്രീ PB വേണുഗോപാൽ, മണ്ഡലം പ്രസിഡന്റുമാർ അടക്കം കഴിഞ്ഞ ദിവസം കൂടിയ പഞ്ചായത്ത് കോർ കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ പ്രകാരമാണ് ഇന്നലെ കോൺഗ്രസ് പാർട്ടി പഞ്ചായത്ത് വിരോധിച്ചത്. ഇദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായി നാളിതുവരെയുള്ള നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഏരൂരിലെ നേതാക്കന്മാർ എല്ലാവരും ചേർന്ന് നടത്തിയ സമരങ്ങളുണ്ട്. എല്ലാ സമരങ്ങളും നേതാക്കൾ ഒരുമിച്ചാണ് നടത്തിയത്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് വിഭജനത്തിന്റെ അശാസ്ത്രീയതയ്ക്കെതിരെ കോൺഗ്രസ് പാർട്ടി പരാതി നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചിട്ടുണ്ട്. ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് മാർക്സിസ്റ്റ് പാർട്ടി ചരിത്രത്തിലാദ്യമായി ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകി വാർഡ് വിഭജനത്തിനെതിരെ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്ത് മാർക്സിസ്റ്റ് പാർട്ടി വാർഡ് വിഭജനത്തിൽ പരാതി നൽകിയത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായിട്ട് ഈ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾക്കെതിരെ പത്രസമ്മേളനം നടത്തുവാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എണ്ണി കോൺഗ്രസ് നേതാക്കന്മാർ അതിന് മറുപടി പറയും. അതിനുശേഷമാണ് ഈ പഞ്ചായത്ത് കമ്മിറ്റി
അറിയിക്കാത്തതിനെതിരെ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചിരുന്നു. ചിക്കൻ റണ്ടറിംഗ് യൂണിറ്റിന് അനുമതി, അത് ദൃശ്യവാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാ. അതിനുശേഷം മാട്രച്ചി സ്റ്റാൾ ലേലവുമായി ബന്ധപ്പെട്ട് മാട്രച്ചി സ്റ്റാൾ ലേലം നടക്കുന്നതിന്റെ തലേ ദിവസം രാത്രി 10:30-ക്കാണ് വാട്സപ്പുകളിലൂടെ ലേല നോട്ടീസ് പ്രചരിച്ചത്. ഇവിടുത്തെ മാട്രച്ചി സ്റ്റാൾ എടുക്കുന്ന ആളുകളും പഞ്ചായത്ത് ഭരണസമിതിയിലുള്ള പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉള്ളത് കൊണ്ടാണ് പൊതുജനത്തെ ഇത് അറിയിക്കാതിരുന്നത്. എല്ലാ പഞ്ചായത്തിലും മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള ലേല നടപടികളെയും കാട്ടി കൂടിയ തുകയ്ക്ക് ഈ വർഷം ലേലം പോയിട്ടുണ്ട്. ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് നാമമാത്രമായ തുകയ്ക്ക് മാട്രച്ചി സ്റ്റാൾ ലേലം നടത്തിയത്. അതിനുശേഷമാണ് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാട്രച്ചി സ്റ്റാൾ പുനർലേലം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ച് പത്രസമ്മേളനം നടത്തിയത്. ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ കണ്ടതാ. അതിനുശേഷമാണ് പുനലൂരിന്റെ MLA ശ്രീ PS സുബാൽ 2022-23 സാമ്പത്തിക വർഷക്കാലത്ത് 26 ലക്ഷത്തോളം രൂപ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിന് ആംബുലൻസ് നൽകിയത്. ഈ ആംബുലൻസ് ഏറ്റുവാങ്ങിയത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയ കഴിഞ്ഞ ജനുവരി മാസം ഏറ്റുവാങ്ങിയത് 2024. അതിനുശേഷം പഞ്ചായത്ത് കമ്മിറ്റി കൂടി തീരുമാനിച്ചു ഈ ആംബുലൻസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് കൈമാറുക. ഞങ്ങൾ അതിനെതിരെ സമരം ചെയ്തു. ഈ ആംബുലൻസ് ആരോഗ്യ വകുപ്പിന് നൽകിയാലുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചു. അടിയന്തരമായി പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ച് ഈ ആംബുലൻസ് ഏരൂർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉടമസ്ഥയിൽ തന്നെ നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമരം നടത്തുകയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ വിഷയം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകുകയും പഞ്ചായത്ത് മെമ്പർമാർ ഇത് സൂചിപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 12-ാം തീയതി തിങ്കളാഴ്ച ദിവസം അടിയന്തരമായി ഏരൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി കൂടി ഈ ആംബുലൻസ് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ തന്നെ നിലനിർത്തുവാൻ തീരുമാനിച്ചത്. ഇവിടുത്തെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി നടത്തിയ സമരങ്ങളുടെ ഏറ്റവും വലിയ വിജയമായിരുന്നു, ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമാണ്. ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നടന്ന സമരങ്ങളെ നിങ്ങൾ എണ്ണി മറുപടി പറയുവാൻ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ വെല്ലുവിളിക്കുക. ഇന്നലത്തെ കരട് മിനിറ്റ്സ് ദൃശ്യവാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. സെക്രട്ടറി എന്താണ് ഞങ്ങൾ സമരം നടത്തിയപ്പോൾ സെക്രട്ടറി പറഞ്ഞത്, അടുത്ത ദിവസങ്ങളിൽ മിനിറ്റ്സ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് നൽകാമെന്ന. അത് സാധ്യമല്ല, മിനിറ്റ്സും കൊണ്ട് മാത്രമേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്ന് പറഞ്ഞതിനു ശേഷമാണ് സെക്രട്ടറി മിനിറ്റ്സ് ഒപ്പിട്ട് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആടിനെ പട്ടിയാക്കുന്ന സമീപനമല്ലേ ചെയ്യുന്നത്? നിരവധി വിഷയങ്ങളുണ്ട്. ഞങ്ങൾ ആരെയും അടച്ചാക്ഷേപിക്കുകയല്ല. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കു കോട്ടയായ ഏരൂർ ടൗൺ വാർഡിൽ BJPയുടെ പ്രതിനിധി വിജയിക്കുവാനുണ്ടായ കാരണം എന്താണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിശോധിച്ചു കാണും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അന്ന് LDFന്റെ സ്ഥാനാർത്ഥിയായ പാർട്ടിയിലെ സീനിയറായ ശ്രീ AJ ദിലീപ് കുമാർ ജയിച്ചിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുവാൻ കഴിയുകയില്ലായിരുന്നു. തനിക്ക് 2.5 വർഷത്തിനു ശേഷം ലഭിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സ്വപ്നം കണ്ട് BJPയുമായി കൂട്ടുചേർന്ന് ഇടതുമുന്നണിയെ പരാജയപ്പെടുത്തിയത് ആരാണ് എന്നുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഞങ്ങൾക്ക് വിനയപുരസ്സരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് സൂചിപ്പിക്കുവാനുള്ളത്. തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയില്ലെങ്കിൽ UDFൽ താൻ CPIയിൽ നിന്ന് രാജിവെച്ച് UDFൽ ചേരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പിടിച്ചു വാങ്ങിയത്. കോൺഗ്രസിന്റെ സമരങ്ങളെ ആക്ഷേപിക്കുമ്പോൾ കോൺഗ്രസ് ഉന്നയിച്ച വിഷയങ്ങൾക്കെതിരെ എല്ലാ വിഷയങ്ങൾക്കെതിരെയും മറുപടി പറയുവാൻ ഇദ്ദേഹത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുക. മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് ഇതിന് മറുപടി പറയുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കണ്ടു. മാർക്സിസ്റ്റ് പാർട്ടി മറുപടി പറയുമ്പോൾ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടിയാണോ തീരുമാനിക്കുന്നത് എന്നുകൂടി അവർ പറയണം. അതിന് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറയുന്നത്, ഞങ്ങൾ അവിടെ പോയി ഒരു സമരം നടത്തി, ആ സമരത്തിന് പഞ്ചായത്ത് സെക്രട്ടറി അവിടെ മിനിറ്റ്സ് എടുത്തു കൊടുത്തു എന്നാണ് അതിന് ഉത്തരം പറഞ്ഞത്. നിങ്ങളൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കൃത്യമായി കണ്ടതാണ്. അതുപോലെ തന്നെ വാർത്താ മാധ്യമ സുഹൃത്തുക്കളൊക്കെ അവിടെ കണ്ടുകൊണ്ടിരുന്നതാണ്. അയാൾ കഥ എഴുതുകയാണ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ നമ്മൾ കണ്ടതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി 2 മണിക്കൂർ ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് അദ്ദേഹം പുതുതായി മിനിറ്റ്സ് ഉണ്ടാക്കി എന്തായാലും അത് ഒപ്പിട്ട് കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ തന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ അങ്ങ് ശ്രമിക്കണം. ഈ ഭാരതീപുരത്ത് കിട്ടങ്കോണം പ്രദേശം എവിടെയാണ് ഭൂമിശാസ്ത്രപരമായി ഉള്ളത് എന്ന് അങ്ങൊന്ന് കൃത്യമായി പഠിക്കണം. ഭാരതീപുരം നീരാട്ട് തരത്തിലുള്ള ഈ ചിക്കൻ ടെൻഡറിംഗ് സെന്റർ അല്ലെങ്കിൽ അവിടെ പഴയ പന്നി ഫാം, അവിടെ ഈ മാലിന്യങ്ങൾ കൂമ്പാരമായി കൂടിക്കിടക്കുന്ന സ്ഥലം, ഭാരതീപുരം വാർഡിന്റെ ഏറ്റവും അങ്ങേയറ്റം. അത് പറയുമ്പോൾ മറ്റൊരു കാര്യം എടുത്തു പറയാതിരിക്കാൻ നിവർത്തിയില്ല. അവിടെ ഭാരതീപുരം വാർഡിലെയോ അല്ലെങ്കിൽ ഒരാൾ പോലും താമസിക്കാത്ത ഒരു സ്ഥലമാണ്. അതിന് തൊട്ട് താഴെയാണ് 11-ാം മൈൽ
11ാമത്തെ വാർഡ്, അതായത് ബഹുമാനായ എൻ്റെ സുഹൃത്ത് നസീർ മെമ്പർ പ്രതിനിധാനം ചെയ്യുന്ന വാർഡ്, അതിന് തൊട്ട് താഴെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ്. അതിന് തൊട്ട് താഴെ ഇങ്ങനെ ഏരൂർ വഴി, ആലഞ്ചേരി വഴി, മുതലാറ്റ് വഴി ഇങ്ങനെ പോവുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർഡിലാണ് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മൾ കണ്ടത് അവിടെയുള്ള മുഴുവൻ വെള്ളം ഒഴുകുന്ന ചാലുകളിലും തോടുകളിലും മുഴുവൻ ഈ ഇറച്ചി മാലിന്യങ്ങൾ കൂമ്പാരമായി കൂടിക്കിടന്നു. ഈ ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളോടൊപ്പം നിൽക്കുന്നോ അതോ ഈ റെജി പി ജോസഫ് അടക്കമുള്ള മുതലാളിമാരോടൊപ്പം അദ്ദേഹം കൂട്ടുനിൽക്കുന്നു? കൃത്യമായി അദ്ദേഹത്തിന് മറുപടി പറയണം. അദ്ദേഹം പറയുന്നത് ഞങ്ങളിവിടെ ജനകീയ പ്രശ്നങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ട പ്രസിഡന്റ്, ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്. ഞങ്ങൾ കൃത്യമായി പാവപ്പെട്ടവന്റെ, അധ്വാനിക്കുന്നവന്റെ, കഷ്ടത അനുഭവിക്കുന്നവന്റെ പ്രതിനിധികളാണ്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഒരു റെജി പി ജോസഫിനെ പോലുള്ള ഒരാളിനും വേണ്ടി നിങ്ങളോട് ഒരു കാര്യവും പറയാൻ വരുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് അവിടെ ഇത് ആരംഭിക്കുമ്പോൾ ഇത്തരത്തിലൊരു വ്യവസായം വരുന്നതിനൊന്നും ഞങ്ങൾ എതിരല്ല. ഈ വ്യവസായം ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധിയായി അന്ന് സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത പി വേണുഗോപാൽ അടക്കം അന്നത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ഷീന കൊച്ചുമച്ചൻ ആ മീറ്റിംഗിൽ പറഞ്ഞത് ഒരു പബ്ലിക് ഹിയറിംഗ് ആണ്. ഇതിന്റെ ഇരകളെ നിങ്ങൾ കേൾക്കണം. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളോ അല്ലെങ്കിൽ ആലഞ്ചേരിയിലുള്ള നേതാവോ അല്ലെങ്കിൽ വിളക്കുപാറയുള്ള നേതാവോ അല്ലെങ്കിൽ കൊല്ലത്തുള്ള ഒരു നേതാവോ അല്ല ഇതിന്റെ ഇരകൾ. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ 13ാം വാർഡ്, 11ാം വാർഡ്, 12ാം വാർഡ്, 13ാം വാർഡ് തുടങ്ങി ഇതിന് താഴോട്ടുള്ള ആളുകളെ നിങ്ങൾ കേൾക്കണം. അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അവരെ കൺവിൻസ് ചെയ്തതിന് ശേഷം മാത്രമേ തുടങ്ങാവൂ എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിന് വിരുദ്ധമായി അത്തരത്തിലൊന്നും ഒരു നടപടിയും സ്വീകരിക്കാതെ നേരത്തെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷോമു സൂചിപ്പിച്ചതുപോലെ മുതലാളിമാരുടെയൊക്കെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ പോയിരുന്ന് ചിക്കനും മട്ടനും ഒക്കെ കഴിച്ചിട്ട് വന്ന് അവർക്ക് അനുവാദം കൊടുത്തതാണെന്നുള്ള കാര്യം ഇവിടുത്തെ പൊതുജനങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങളിപ്പോൾ എത്ര വലിയ പത്രസമ്മേളനങ്ങൾ നടത്തി കാര്യങ്ങൾ പറഞ്ഞാലും പൊതുജനത്തിന് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത്, അവിടെ ഒരു പന്നി ഫാം തുടങ്ങിയിട്ട് 18 വർഷക്കാലമായി. ആ പന്നി ഫാം തുടങ്ങിയത് അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭാരതീപുരം വാർഡിന്റെ പ്രസിഡന്റുമായ സരസ്വതി അമ്മ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായിരിക്കുന്ന കാലഘട്ടത്തിലാണെന്നുള്ള കാര്യം അങ്ങ് മറന്നുപോയി കാണും, അല്ലെങ്കിൽ ബോധപൂർവമായി മറച്ചു വെച്ചതായിരിക്കാം. എന്തോ ആയിക്കൊള്ളട്ടെ, അതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഒരു മനുഷ്യൻ, ഒരു ജനവാസമില്ലാത്ത ഒരാൾ പോലും താമസിക്കാത്ത ആ സ്ഥലത്ത് ഏകദേശം 26 ലക്ഷം രൂപ മുടക്കി ഇലക്ട്രിസിറ്റി കൊണ്ടുവന്നു. ആർക്കു വേണ്ടിയാണ്? ബഹുമാന്യനായ മുൻ വനം പരിസ്ഥിതി മന്ത്രി രാജു സാറിന്റെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ ഇലക്ട്രിസിറ്റി കൊണ്ടുവന്നത് ആർക്കു വേണ്ടിയാണ്? ഈ റെജി പി ജോസഫിനെ പോലുള്ള ആളുകളുമായി ഇവർ നേരത്തെ ഉണ്ടാക്കിയ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കാര്യം പൊതുജനത്തിനറിയാം. അതിനെതിരെയൊക്കെ കൃത്യമായ അന്വേഷണം വേണം. അല്ലാതെ മുഖമറ സൃഷ്ടിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി കൃത്യമായ അന്വേഷണം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഉണ്ടാകും. ഇല്ലെങ്കിൽ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് ഞങ്ങൾ പോകും.